അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത് നമ്മൾ ചൊല്ലുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ദിവസം തന്നെ എത്രയോ ലക്ഷം പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ റിസാലത്തിൻ്റെ തിരുനാവ് കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതൊന്നും പാഴ്വാക്കല്ല എന്ന് നമുക്കറിയാം. കാരണം വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്തെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ വാനലോകത്ത് നിന്നും അള്ളാഹുവിൻ്റെ അറിയിപ്പ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം. വഹീ മുഖാന്തരം കിട്ടിയ അറിവുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളതെല്ലാം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിക്ർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്ക് ഞാനും നിങ്ങളും എല്ലാവരും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എത്രയോ പ്രാവശ്യം നമ്മൾ കടകമ്പോളങ്ങളിലും മാർക്കറ്റിലും അതുപോലെയൊക്കെ നമ്മൾ പോകുന്നവരാണ്, സഞ്ചരിക്കുന്നവരാണ്. നിങ്ങൾ മാർക്കറ്റിലേക്ക് കയറുമ്പോൾ, മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ, മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ ഒരു ദിക്ർ നിങ്ങൾക്ക് പറയാമെങ്കിൽ വലിയ പ്രതിഫലമാണ് നമ്മെ കാത്തിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ദഖല സൂഖ, ഒരു മനുഷ്യൻ സൂക്കിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റിൽ കമ്പോളത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, കമ്പോളം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സൃഷ്ടാവായ അള്ളാഹുവിന് ഇഷ്ടം പള്ളികളാണ്. ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ കോപിഷ്ടകരമായ സ്ഥലം, അള്ളാഹുവിന് ഏറ്റവും അനിഷ്ടകരമായ സ്ഥലം സൂക്കുകളാണ്, കച്ചവട സ്ഥാപനങ്ങളാണ്. കാരണം കച്ചവടം മോശമായത് കൊണ്ടല്ല, ഖുർആനിൽ പോലും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്, കച്ചവടത്തെ ഹലാലാക്കി തന്നതാണ്. പക്ഷേ മാർക്കറ്റിൽ ഒരുപാട് ഹറാമുകൾ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. ആൺ പെൺ ഇടകലരുകൾ, അതുപോലെ തന്നെ ഹറാമിയത്തായ നോട്ടങ്ങൾ, കേൾവികൾ, മോശമായ സംസാരങ്ങൾ ഒക്കെയും ഉണ്ടാകുന്ന ഒരു ഇടമാണ് കമ്പോളങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആ കമ്പോളത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ, ഒരു സാധനം വാങ്ങാൻ ഒരു കടയിലേക്ക് ചെല്ലുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ദിക്ർ നിങ്ങൾ പറയുകയാണ്. മൻ ദഖല സൂഖ, ആരെങ്കിലും കമ്പോളത്തിലേക്ക്, മാർക്കറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ, ഈ ദിക്ർ നമുക്കൊക്കെ അറിയാവുന്ന ദിക്റാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അല്പവും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു എന്ന് പറഞ്ഞിട്ട് വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു എന്നുകൂടി പറഞ്ഞ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, കതബല്ലാഹു ലഹു അൽഫ ഹസന, 10 ലക്ഷം കൂലി ആ മനുഷ്യനിക്ക് അല്ലാഹു തആല എഴുതുകയാണ്. നോക്കൂ, നമ്മൾ മാർക്കറ്റിലോ കടയിലോ കമ്പോളത്തിലോ ഒന്ന് കടന്നു ചെല്ലുമ്പോൾ ഒരു പ്രാവശ്യം നമ്മളിത് പറയുമ്പോൾ 10 ലക്ഷം പ്രതിഫലമാണ് നമുക്ക് കിട്ടിക്കുന്നത്. നമുക്കൊക്കെയും വളരെ സുപരിചിതമായ ഒരു ദിക്റാണിത്. പ്രിയമുള്ളവരെ, ഇതൊന്ന് പഠിച്ചു വെക്കൂ. നമ്മളെല്ലാവരും ഈ സ്ഥലങ്ങളിലൊക്കെ പോകുന്നവരാണ്, എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് പോകേണ്ടി വരുന്നവരാണ്. അപ്പോൾ നമ്മൾ ദിക്റെന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ 10 ലക്ഷം പ്രതിഫലം നമുക്കും വേണ്ടേ? എത്ര പ്രതിഫലമാണെന്ന് ഒരു ദിവസം തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. നാളെ നമ്മുടെ സ്വർഗത്തിൽ, നമ്മുടെ നന്മയുടെ തട്ടിൽ, നമ്മുടെ മീസാനിൻ്റെ നന്മയുടെ തട്ടിലൊക്കെ നമുക്ക് ഭാരമേറുന്നതിനും, നമ്മുടെ കിതാബുകൾ വലത് കയ്യിൽ കിട്ടുന്നതിനും, നമ്മുടെ സ്വർഗത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഈ 10 ലക്ഷം നമ്മൾ ഒരു പ്രാവശ്യം മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ ചൊല്ലിയാൽ എത്രയോ ലക്ഷം പ്രതിഫലമാണ് ഇതുവഴി തന്നെ ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. എല്ലാവരും കൃത്യമായിട്ട് ഇത് പഠിച്ച് അത് പാലിക്കുവാൻ പരിശ്രമിക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഇതിനെ കൂടി എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് നിങ്ങളോട് ദുആ വസിയത്ത് ചെയ്യുന്നു. നിങ്ങളുടെ കമൻറ്റ്, അഭിപ്രായങ്ങളും ദുആ വസിയത്തുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അള്ളാഹ് വീണ്ടും ഒരു അറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.